ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വട്ടയപ്പത്തിന് അരച്ച മാവൊക്കെ ഇവിടെ പൊങ്ങി റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്കതുകൊണ്ട് കുറച്ച് വട്ടയപ്പം ഉണ്ടാക്കിയാലോ. മാവിനകത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 സ്റ്റീൽ പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് നല്ല നമ്മുടെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഓയിൽ ആദ്യം അപ്ലൈ ചെയ്തു. പിന്നെ മാവൊഴിച്ചു. അതിൻ്റെ മുകളിൽ ബ്ലാക്ക് റൈസൻ വെച്ചു. അങ്ങനെ 2 കിണ്ണൻ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. നമ്മുടെ വാട്ടർ ഇവിടെ റെഡി ആകുന്നുണ്ട്. ബോയിലാവുമ്പോൾ നമ്മളിത് അങ്ങോട്ട് വെച്ച് കൊടുക്കും. നിമിഷ നേരത്തിനകം നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടുന്നതാണ്. ഒരാൾ കേരള ഫുഡ് ഉണ്ടാക്കുമ്പോൾ അടുത്തയാൾ അമേരിക്കൻ ഫുഡ് ഉണ്ടാക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര പരിപാടികളാണ്. ചിക്കൻ സൂപ്പ് എല്ലാം ഉണ്ടാക്കിയാണ്. ഞാനവിടെ എൻ്റെ അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട്. എനിക്ക് വട്ടയപ്പം ഉണ്ടാക്കാനുള്ളത്. വട്ടയപ്പം ഉണ്ട്. അപ്പച്ചമ്പനെ അങ്ങോട്ട് മൂവ് ചെയ്തു. ഇതെന്തോ പാസ്ത. സൂപ്പിനകത്തിനാണ് പാസ്ത റെഡി. സൂപ്പ് ഹാഫ് വേ. നമ്മൾ ചിക്കൻ ബ്രാത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ബോട്ടിൽ ചിക്കൻ ബ്രാത്ത്. ആദ്യം ഓൾ പർപ്പസ് പൗഡർ ഉണ്ട്, നമ്മുടെ മൈദാപ്പൊടി കുറച്ച് ബട്ടറിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്കാണ് ചിക്കൻ ബ്രാത്ത് നമ്മൾ ഒഴിച്ച് നല്ല നന്നായി മിക്സ് ചെയ്യുകയാണ്. ഇവിടെ എൻ്റെ വട്ടയപ്പത്തിൻ്റെ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ചിക്കൻ ബ്രാത്തിലേക്ക് പാസ്ത ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 2 ബിഗ് പീസ് ചിക്കൻ ഉണ്ട്. ഇത് നമ്മൾ ഈ ചിക്കൻ ബ്രാത്തിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നു. പെപ്പർ ചിക്കൻ ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ സൂപ്പിനകത്ത് കുക്ക് ചെയ്ത ചിക്കനാണ് ആഡ് ചെയ്തത്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുത്തതാണ് നമ്മുടെ അടിപൊളി ചിക്കൻ സൂപ്പ് ഇവിടെ റെഡിയായി. ഇത് ഈസി ആയിട്ടുണ്ടാകുന്ന ചിക്കൻ സൂപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. തണുപ്പത്ത് വിൻ്റർ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. നമ്മുടെ അടിപൊളി വട്ടയപ്പം ഇവിടെ റെഡി.